അമ്മ ഫ്രിഡ്ജിൽ പാലുണ്ട്. ഫ്രിഡ്ജില് പാലിരിപ്പുണ്ട്. അമ്മ സങ്കടപ്പെടണ്ടെന്ന് ഞാൻ പറയില്ല, സങ്കടപ്പെട്ടോ. പക്ഷെ 24 മണിക്കൂർ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന എങ്ങനെയാ അമ്മ? വയ്യാണ്ടാവില്ലേ? അമ്മ അമ്മൂമ്മ എന്തെങ്കിലും പറഞ്ഞോ? ഓ, എല്ലാവർക്കും എന്നോടാണല്ലോ ദേഷ്യം ഒക്കെ. ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെ. അമ്മ ഇനി അങ്ങോട്ട് വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പൂപ്പനോ? അപ്പൂപ്പ ആരോടും മിണ്ടണമൊന്നുമില്ല. വെറുതെ മിണ്ടാതെ അവിടെ പോയി ഫ്രണ്ടിലിരിക്കണ്ട നമ്മ. ഇങ്ങനെ കരയല്ലേ അമ്മ. അവൻ കല്യാണം കഴിച്ചത് തെറ്റാണെന്നൊന്നും ഞാൻ പറയണേ. പക്ഷെ വാങ്ങടി കിടന്ന് വാങ്ങ്. എടി ഞാൻ മുമ്പേ പറഞ്ഞു എവരെ പിടിച്ച് തലേ കയറ്റി വയ്ക്കില്ലെന്ന്. കേൾക്കൂലല്ലേ? അനുഭവിച്ചോ? എനിക്കാണെങ്കിൽ ഇരുന്നിട്ട് ഇരിപ്പ് ഉറങ്ങില്ല, കിടന്നിട്ട് ഉറക്കം വരണില്ല. അതെങ്ങനെ? പിള്ളേരെ കൂട്ടത്തില് കുട്ടിക്കുരങ്ങനെ പോലെയല്ലേ ഞാൻ കളിച്ചത്. അതിന് കിട്ടിയ ശിക്ഷയാണ്. അച്ഛാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്തിടേ? നീ വാ ചോര്. അല്ല, ഞാൻ ഇവിടെ ചോദിച്ചോളൂ. ചേട്ടനെ പറ്റി നല്ലത് മാത്രം പറ. അതിനല്ല അച്ഛാ. പിന്നെ ഇന്നലെ സംഭവങ്ങളെല്ലാം നടന്നതിന് ശേഷം അച്ഛൻ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. എന്ത് നടന്നു? എന്ത് നടന്നടാ? കല്യാണം നടന്നു മാത്രം പറയല്ലേ? അതറിയാച്ച അവളുടെ സംഭവങ്ങളെന്ന് പറഞ്ഞു. നീ വാ പറയട്ടെ. വാടാ. അല്ല അച്ഛാ, വാടാ വാടാ. ഹലോ, കാര്യമൊക്കെ ശരി തന്നെയാണ്. ഈ പിള്ളേരെന്തിനാ ഉപദ്രവിക്കണത്? അവരെന്ത് തെറ്റ് ചെയ്ത്? ഇന്നലെ തൊട്ട് ഞാൻ കാണുന്നതാ വെറുതെ അവരെ കയറി ഉപദ്രവിക്കണത്. തെറ്റ് ചെയ്തെന്നൊക്കെ വഴി അറിയാം, ആരൊക്കെയാണ് കൂടെ നിന്നൊക്കെ. നീ വാ പറയട്ടെ. ഹലോ, അവനൊന്നും ചെയ്യല്ലേ. കാര്യങ്ങളൊക്കെ കണ്ടല്ല. അച്ഛനെ ഇതുപോലെ കുഴി ചാടിക്കാണ് ഭാവമെങ്കിൽ തോലച്ചള ഞാൻ. ചേട്ടനെ കണ്ട് പഠിക്കല്ലേ? പഠിക്കണോ? എന്തേ ചുട്ട് തള്ളു. ദോശ ഇഡലി എന്നു വെച്ചാൽ ചുട്ട് തള്ളടി. വിളിച്ചു കൊണ്ട് മാന് മരുമോക്കും. ഞാനൊരു കാര്യം പറയാം. അയിത്തങ്ങൾ ഇവിടെ കിടന്ന് വിശന്ന് പറഞ്ഞാൽ ദാഹിച്ച പച്ചവെള്ളം കൊടുത്താ അവൻ്റെ മോളെ വെളിച്ചെടി ഞാൻ കുട്ടവെള്ളം കൂടെ തട്ടിയാൻ. ചവിട്ടിയത് പടർത്ത് കളയാൻ. അയ്യോ ചുട്ട് തള്ളണ് പറയണടാ. അമ്മ, അച്ഛൻ പെട്ടെന്നൊന്നും തണുപ്പൊന്നും തോന്നുന്നില്ല കേട്ടാ. നല്ല സമയം എടുക്കും. കരയില്ലേ അമ്മ? സാറേ ഞാൻ ഇന്നില്ല. അല്ല ഒന്നുമില്ല, വേറെ ഒന്നുമില്ല സാറേ. ഒരു 2 ദിവസം കഴിഞ്ഞ് വരാം. ഓ ശരി സാർ. ഓക്കെ. എന്ത് സാർ? നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നെയ് റോസ്റ്റ്? സാർ. പിള്ളേരായിരിക്കും ഓർഡർ ചെയ്തത്. ശരി. എന്താടാ വിശന്ന് വരഞ്ഞിരിക്കായിരിക്കും അല്ലേ? എന്തോന്നത്? എടാ ഇത് നെയ് റോസ്റ്റ് ഒറ്റയ്ക്ക് അടിക്കല്ലേ, പിള്ളേർ കൂടെ കൊടുക്കണം. എന്താ ആരും ഓർഡർ ചെയ്ത്? ഹലോ, ഞാൻ ഓർഡർ ചെയ്താ. ആഹാരം എങ്ങനെ എടുത്തിട്ടാ പറഞ്ഞോ? നീ എന്നെ മര്യാദ പഠിപ്പിക്കല്ലേ കേട്ടാ. നിനക്ക് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റുമോ? ഇവിടെ കിടന്ന് കറങ്ങാതെ. എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നീ തോട്ടോ ഫുഡ് എടു. പെട്ടെന്ന് കയറി ചെല്ല്. അതിന് വിശക്കണായിരിക്കും. ഇവിടെ കൊണ്ടുവച്ച് കഴി. ഇവിടെ അമ്മയും സാധനങ്ങളും വിശന്ന് പൊട്ടണി ഉപ്പോട് തുടങ്ങും. അച്ഛനെ വിട്, പോയി കഴിയടാ. അച്ഛാ എന്ത്? എന്തെങ്കിലും പറയാ? ഉണ്ടാ പറയണ്ട? പറയാനുണ്ട്. അച്ഛാ നിങ്ങൾ ദേഷ്യ വിഷമമുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ അടുത്ത് തീർത്തോ. പക്ഷെ ആവശ്യമില്ലാണ്ട് സ്നേഹം അല്ലേ നിനക്ക്? അമ്മ ഇത് കേട്ടോടും കണ്ടോടും നിൽക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഉടനെ എന്നെ കുഴിപ്പളത്തോട്ട് പോകും. ഇപ്പൊ തന്നെ വിട്ടോ. പോണ കൂട്ടം 2 വിളിച്ചോട്ട് പോ. അവിടെ സ്ഥലം ഉണ്ടാവൂല്ലോ താമസിക്കാം. വിളിച്ചോട്ട് പോ. അച്ഛാ, അച്ഛന് മാത്രമല്ല ദേഷ്യ വിഷമം ഉള്ളത്. പറയണേ. വിഷമിക്കല്ലമ്മ. നോക്കുമാ ഞങ്ങളുടെ കൂടെ ആരും ഇല്ലമ്മ. അമ്മ ഞങ്ങൾക്ക് ഉള്ളുമ്മ. ഞങ്ങളൊന്ന് അനുഗ്രഹിക്കുമ്മ.
എന്റെ ഭാര്യ തൊട്ട് വരുത്. തൊട്ട് കഴിഞ്ഞ് കൊച്ചേ, എനിക്ക് നിന്റെ അടുത്ത് വിരോധമൊന്നുമില്ല. പക്ഷെ എവന്റെ അടുത്ത് എനിക്ക് തീർത്താ തീരാത്ത പകയാണ്. അതുകൊണ്ട് എനിക്ക് നിന്നെ അംഗീകരിക്കാൻ പറ്റില്ല. അംഗീകരിക്കാൻ പറ്റില്ലെന്നുള്ളല്ല, എനിക്ക് നിന്നെ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ദേഷ്യം വന്നാൽ ദേഷ്യം വരും, സങ്കടം വന്നാൽ ഞാൻ സങ്കടപ്പെടും, വിരോധം വന്നാൽ ഞാൻ വിരോധിക്കും. അങ്ങനെ ഒരു പച്ചയായ മനുഷ്യനാണ് ഞാൻ. നീ അനുഗ്രഹിച്ചാടി, നീ മനസ്സോട് അനുഗ്രഹിച്ചല്ലടി. ഒന്നേയും നിങ്ങളിവിടെ ഇറങ്ങണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങും. ക്യാഷ് കേശു ചത്ത്. ഞാൻ വേറൊന്നും പറഞ്ഞില്ല ഏട്ടാ. ആ അച്ഛൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാം സ്വയം ഇഷ്ടത്തിനാണല്ലോ. പിന്നെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് നടക്കട്ടെ. അനുഭവിച്ചോ അല്ല. കേശു എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10ാം ക്ലാസ്സിലല്ലേ? ഇത്ര ഷോ ഒന്നും വേണ്ട കേട്ടാ. ചേച്ചി, ഇപ്പൊ ഈ കേറിപ്പോയ മനുഷ്യന്റെ മോനാ ഞാൻ. അപ്പോ വീര്യം കുറച്ച് കാണും. അകത്തോട്ട്